ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളത്തില് ഇപ്പോൾ ഭയങ്കര വേട്ടയാണ്. പക്ഷെ എന്തെന്നറിയാമോ, വാർത്തകളൊന്നും പുറത്തു വരത്തില്ല. സുലഭമായ സംവിധാനമാണല്ലോ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. എമ്മന്റെ ആളാണല്ലോ. രാജ്യത്ത് സ്വർണ്ണ ഇറക്കുമതിയുടെ തീരുവ ഉയർത്തിയതോടുകൂടി സ്വർണ്ണക്കടത്തുകാർ വീണ്ടും സജീവമായിരിക്കുകയാണ്. ലീഗാടാ ഇത് ലീഗാടാ എന്ന് പറഞ്ഞപ്പോഴും ലീഗ് ഭരിക്കും കേരള മണ്ണിൽ ലീഗുണ്ടാക്കും നിയമങ്ങളൊന്നും പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ശരിയെന്നാ. വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്ത് വർദ്ധിച്ചു വരികയാണ്, ഇനിയും വർദ്ധിക്കും. അതെന്തുകൊണ്ടാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഓക്കെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കസ്റ്റംസ് കണ്ണുവെട്ടിച്ച് 1 കിലോയ്ക്ക് മുകളിലുള്ള സ്വർണം കടത്താൻ ശ്രമിച്ച യുവാവ് പിടിയിലായി. 1000 എണ്ണം കടക്കുമ്പോൾ ഒരെണ്ണം പിടിക്കപ്പെടും, അയാളും രക്ഷപ്പെടും. സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള യുവാവാണ് പിടിയിലായത്. യുവാവിന് പേരില്ല, നമ്മൾ കണ്ടുപിടിക്കാതിരിക്കുമോ? കാസർഗോഡ് കുമ്പള സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഷീദിനെയാണ് കസ്റ്റംസിന്റെ പ്രിവന്റീവ് കമ്മീഷണറേറ്റ് വിഭാഗം പൊക്കിയെടുത്തത്. ഞായറാഴ്ച കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ ഇയാളുടെ നടത്തത്തിൽ കടുത്ത അസ്വാഭാവികത തോന്നി. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിന്നാലെ കൂടി. എക്സ്റേ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് കോടികളുടെ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ചത് കയ്യോടെ പിടികൂടുന്നത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 1.88 കോടി രൂപയുടെ വിലമതിക്കുന്ന സ്വർണമാണ് റഷീദ് ചെറിയ പ്രായത്തിലെ മദ്രസാ തലങ്ങൾ മുതൽ വികസിപ്പിച്ചു വന്ന ആ ദ്വാരത്തിനകത്ത് കയറ്റിവെച്ചത്. പിറ്റേ ദിവസം രാവിലെ മുക്കി തൂറിയെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ തന്റെ മലദ്വാരത്തിൽ ഇതിനകത്ത് താഴോട്ട് വരുന്നുണ്ടോ എന്നറിയാതെ കക്ഷിക്ക് മുൻകാല് പിന്നോട്ടും പിൻകാല് മുന്നോട്ടും വെക്കാൻ സാധിക്കാതെ അവിടെ നിന്നു. വേദന കൊണ്ട് പുളഞ്ഞ റഷീദ് തന്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങളോ ശരീരത്തിലെ നടപ്പിലുള്ള വ്യത്യാസമോ ഒന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ ഉറച്ചങ്ങോട്ട് വിശ്വസിച്ചു. പക്ഷേ തൂറാമുട്ടിയ മുഖവുമായി റഷീദ് ഇരുന്ന് വിങ്ങുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കൂടുതൽ വിഷമത്തിലും പ്രതിസന്ധിയിലുമാക്കി. അപ്പോൾ മോനെന്നാ ടോയ്ലറ്റിലേക്ക് പോയിക്കോ. ഇല്ല, എനിക്കിപ്പോൾ പോകണ്ട. ഇല്ല മോൻ ഇപ്പം തന്നെ പോകണം. എന്താ മോന് പോയാൽ എന്നായി. അങ്ങനെ കസ്റ്റംസിന്റെ പ്രിവന്റീവ് കമ്മീഷണറേറ്റ് വിഭാഗം ഇയാളെ തൂക്കിയെടുക്കുന്നു. ഇല്ല, മോന്റെ വിഷമം മാറ്റിയിട്ടേ മോനെ ഞങ്ങൾ വിടുന്നുള്ളൂ. അങ്ങനെ ഇന്നലെ, അതായത് ഞായറാഴ്ച, വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട നടന്നു. 1,88,00,000 രൂപയുടെ സ്വർണമാണ് ഒരു കുഞ്ഞുദ്വാരത്തിനകത്ത് ഒളിപ്പിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഷാർജയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്താവളത്തിൽ കണ്ണൂരിലെത്തിയതാണ് ഇയാള്. കസ്റ്റംസ് പരിശോധനയ്ക്കിടയിൽ സംശയം തോന്നിയ ഇയാളെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് സ്വർണം കണ്ടെടുത്തത്. പോലീസിനെ കണ്ടപ്പോഴേക്ക് തന്നെ കരയാൻ തുടങ്ങി. സ്വർണം ഇല്ലേന്ന്. അതങ്ങനെ തന്നെയാണല്ലോ. പരിശോധനയിൽ സംശയം തോന്നിയ കസ്റ്റംസ് സംഘം റഷീദിനെ കസ്റ്റഡിയിലെടുത്ത് പ്രത്യേക പരിശോധനാ മുറിയിലേക്ക് മാറ്റി. വസ്ത്രങ്ങളും ലഗേജുകളും എല്ലാം അരിച്ചു പെറുക്കിയിട്ടും ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇയാളുടെ മുഖത്തെ ഭാവത്തിന് മാത്രം ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. അങ്ങനെയാണ് എക്സ്റേ സ്കാനിങ്ങിലാണ് മലദ്വാരത്തിനകത്ത് ഒളിപ്പിച്ച നിലയിൽ സ്വർണം കണ്ടെത്തിയത്. ഇന്ന് ഞാൻ വലിയൊരു പോസ്റ്റ് കണ്ടിരുന്നു. മലപ്പുറത്തേക്ക് പോകുന്ന വഴിക്ക് കാണുന്നതെല്ലാം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വീടുകളാണല്ലോ. ഇവർക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഒരു വീടിന്റെ ഫോട്ടോയും എടുത്ത് അയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കഴിയുന്നത്? ഒരാൾ ഗൾഫിൽ പോയി 1-2 വർഷം പണിയെടുത്താൽ ഉടനെ തന്നെ വലിയ പ്രോപ്പർട്ടി വാങ്ങുന്നു. അമ്പരചുംബികളായിട്ടുള്ള കൊട്ടാര സൗധങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നീട് വലിയ കാറായി, വീടായി, ബംഗ്ലാവായി. കുട്ടികളെ വലിയ രൂപത്തിൽ കെട്ടിച്ചയക്കുന്നു, വലിയ രൂപത്തിൽ ജോലിക്ക് കയറ്റുന്നു. വിവാഹമാണെങ്കിൽ അത്യാഡംബരപൂർവ്വം. എവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെയുള്ള പണം എന്നതാണ് എല്ലാവർക്കും ഉണ്ട് ഈ സംശയങ്ങൾ. അതിവിദഗ്ധമായി ക്യാപ്സൂൾ രൂപത്തിലാക്കിയ 4 വലിയ സ്വർണ്ണ മിശ്രിതങ്ങളാണ് ഇയാള് തന്റെ ശരീരത്തിനകത്ത് തിരികെ കയറ്റിയത്. അതായത് വെള്ളരിക്ക കണ്ടിട്ടുണ്ടോ? അതുപോലെ ഇരിക്കും സാധനം. ഇതാണ് സാധനം. ഇതിനൊക്കെ അത്രയും സ്പേസ് അവിടെ ഉണ്ടോ എന്ന ചോദ്യം നിരോധിച്ചിരിക്കുന്നു. കണ്ടില്ലേ? 4 ക്യാപ്സൂളുകളിലാക്കി
കൃത്യമായിട്ട് ഇടിച്ചു കയറ്റി വെച്ചിരുന്നു. അടുത്ത ദിവസം ഒന്നിരുന്ന് മാക്സിമം മുക്കിയാൽ മതി, ഇതിങ്ങി വരും. അതിവിദഗ്ധമായ രൂപത്തിലുള്ള ക്യാപ്സൂൾ രൂപത്തിലാക്കിയ 4 വലിയ മിശ്രിതങ്ങളാണ് ഇയാള് തന്റെ മലദ്വാരത്തിൽ കയറ്റി വെച്ചിരുന്നത്, തിരികെ കയറ്റി വെച്ചിരുന്നു എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പോലും പറഞ്ഞത്. അങ്ങനെ 1.2817 കിലോഗ്രാം സ്വർണം തരം തിരിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എടുത്തു വെച്ചു. പിടിച്ചെടുത്ത സ്വർണത്തിന് ആഭ്യന്തര വിപണിയിൽ 1.875 കോടിയിലധികം രൂപ വില മതിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും കള്ളക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നതായിട്ടും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നു. വെറും ഒരു കൂലിപ്പണിക്കാരനായിട്ടുള്ള കുമ്പള സ്വദേശി അബ്ദുൾ റഷീദിന് ഇത്രയും കോടികളുടെ സ്വർണം വിദേശത്ത് നിന്നും വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്ന് കസ്റ്റംസ് പറയുന്നു. കാസർഗോട്ടെയും കൊടുവള്ളിയിലെയും വൻകിട സ്വർണ്ണക്കടത്ത് മാഫിയകളുടെ വെറും ഒരു കാരിയർ മാത്രമാണ് ഇയാള് എന്നാണ് വിവരം. കുറച്ച് രൂപയുടെ കമ്മീഷനും വിമാന ടിക്കറ്റിനും വേണ്ടിയാണ് ഇയാള് കോടികളുടെ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടക്കാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു ടിക്കറ്റ് എത്രയാ, ഏറിയാൽ 50,000 രൂപ. അതിനു വേണ്ടിയിട്ടും അതല്ലെങ്കിൽ കുറച്ച് പൈസയുടെ കമ്മീഷന് വേണ്ടി മാത്രമാണോ ഇതുപോലെ പിടിക്കപ്പെടുന്ന അനേകം വാർത്തകൾ ഇങ്ങനെ നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെട്ടാൽ തന്റെ ഫോട്ടോ പുറത്തു വരും, തന്റെ ജീവിതം പോകും, ട്രാവൽ ബാനിങ് വരെ കിട്ടാനിടയുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് എത്ര തവണ ഇയാൾ ഈ രൂപത്തിൽ സ്വർണം കടത്തിയിട്ടുണ്ട്, എത്ര തവണ ഇയാൾ ഈ രൂപത്തിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ റെയറായിട്ട് മാത്രമല്ലേ പിടിക്കപ്പെടുന്നുള്ളൂ. അപ്പൊ ഇയാൾക്ക് ഷാർജയിൽ നിന്നും സ്വർണം കൈമാറിയതാര്? കണ്ണൂരിൽ ഇത് വാങ്ങി വിതരണം ചെയ്യാൻ കാത്തുനിന്ന പ്രാദേശിക സ്രാവുകളാരെല്ലാമാണ്? ഇതൊക്കെ കണ്ടെത്താൻ വലിയ രൂപത്തിലുള്ള അന്വേഷണം അനിവാര്യമാണ്. അതിനൊക്കെ ഇനിയിപ്പോ പോലീസ് ശ്രമിക്കുമോ എന്നറിയില്ല. ശ്രമിച്ചേ പറ്റൂ. കാരണം അതല്ലെങ്കിൽ ഇന്നൊരു അബ്ദുൾ റഷീദാണ് പിടിക്കപ്പെട്ടതെങ്കിൽ നാളെ മറ്റൊരാൾ. കാരണം മാധ്യമങ്ങൾ ഇയാളുടെ പേര് പോലും കൊടുക്കുന്നില്ല. ഒരു യുവാവ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം പേര് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടത്തില്ലേ. കഴിഞ്ഞ ദിവസം നമ്മുടെ TP സെൻകുമാർ സർ, മുൻ DGP, ഒരു പ്രസ്താവന നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് മലദ്വാർ ഗോൾഡിൽ പോകല്ലേ, അവർ പാകിസ്ഥാനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന ഒരു പ്രസ്താവന. അതെ, പാകിസ്ഥാൻ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ഒരു ബന്ധം. ദീപാവലിക്ക് സ്വർണമെടുക്കാൻ മലദ്വാർ ഗോൾഡിൽ നിങ്ങൾ പോകരുതേ എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ദീപാവലിക്ക് സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ നിങ്ങൾ പോകുമ്പോൾ എങ്ങോട്ട് പോകണം, പോകരുത്, ഒരു അവയർനെസ് ആണ്. അവർ പാകിസ്ഥാനു വേണ്ടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നത്. അതായത് ഇന്ത്യക്കെതിരെയുള്ള ശക്തികളുമായി അവർ ശക്തമായ ബന്ധത്തിലാണ്. ഇനി മുതൽ അവരെ ഉപേക്ഷിക്കുക. പണത്തിന് പ്രാധാന്യം നൽകുന്ന നമ്മുടെ നടീനടന്മാർ അവരെ എപ്പോഴും പിന്തുണച്ചേക്കാം, പക്ഷേ നമ്മൾ അവരെ ഉപേക്ഷിക്കുക. അവരറിയട്ടെ ഇന്ത്യക്കാരന്റെ പ്രതിഷേധം. അദ്ദേഹത്തിന്റെ കുറിപ്പാണ്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ, നമ്മളെല്ലാവരും ഓപ്പറേഷൻ സിന്ദൂറിന്റെ രീതിയെ പിന്തുണച്ചു. കാരണം എന്താ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ ആ ഓപ്പറേഷൻ സിന്ദൂറിനെ ഭീരുത്വമുള്ള പ്രവൃത്തി എന്ന് മുമ്പ് പരിഹസിച്ച, ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള പാകിസ്ഥാന്റെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അലിഷ്ബ ഖലീദുമായിട്ടുള്ള ഈ കമ്പനിയുടെ സഹകരണത്തെ ചൊല്ലി സെപ്റ്റംബറിൽ വിവാദങ്ങൾ ഉണ്ടായി. ലണ്ടനിലെ തങ്ങളുടെ ഷോറൂമിന്റെ ഉദ്ഘാടന വേളയിൽ ഖാലിദുമായി സഹകരിച്ചതിന് നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ കമ്പനിയെ വിമർശിച്ച് രംഗത്ത് വന്നു. ആഭരണ ബ്രാൻഡിനെ പാകിസ്ഥാന്റെ അനുഭാവി എന്ന് വിശേഷിപ്പിച്ചിട്ടായിരുന്നു അന്ന് പോസ്റ്റുകൾ പ്രചരിപ്പിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ ഇവര് ഏതെല്ലാം രൂപത്തിലാണ് സംഘടിതമായി പ്രവർത്തിക്കുന്നത് എന്ന്. നന്ദി.